ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. 400 മാർക്ക്, 350 മാർക്ക്, 450 മാർക്കൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജനറൽ കാറ്റഗറിയാണ്. ഓക്കെ, റിസർവേഷൻ പോലില്ല. എന്നിട്ട് എൻ്റെ കൂടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ആദ്യം എടുത്ത ടോപ്പിക്സ് എല്ലാം മറന്നുപോയി എന്നുള്ളതാണ് അവൾ പറഞ്ഞത്. 640+ മാർക്ക് സ്കോർ ചെയ്തു 650 ഉള്ളിൽ. I asked 25+ MBBS students regarding can I crack NEET in just remaining 3 months. അതായത് ഇനിയുള്ള 3 മാസം കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, 0 ലെവലിൽ സ്റ്റാർട്ട് ചെയ്താൽ പറ്റുമോ, അതുപോലെ തന്നെ 50% പഠിച്ചിട്ടുണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഒരു എക്സാം എഴുതിയിട്ടില്ല നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, പാർഷ്യൽ ഡ്രോപ്പറാണ്, ഇപ്പോൾ നേഴ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു കോളേജിൽ വേറെ കോളേജിൽ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഹൗസ് വൈഫാണ്, എനിക്ക് പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, 25+ MBBS സ്റ്റുഡൻസിനോട് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, അതിൽ 3-4 പേരുടെ അവരുടെ ഒരു റെസ്പോൺസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഓരോ സ്ട്രാറ്റജീസും കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ലൈക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, BT5 മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ എല്ലാവരും തന്നെ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഞാൻ 25+ MBBS സ്റ്റുഡൻസിനോട് ചോദിച്ചെന്ന് പറഞ്ഞതാണല്ലോ. അതിൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് 12th കൂടെ നീറ്റ് ക്രാക്ക് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, പേരൊന്നും പറയുന്നില്ല. 12th കൂടെ നീറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻറ്റിനോട് ഞാൻ അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചതാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, അവൻ ശരിക്കും ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. CBSE ആയിരുന്നു. ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നീറ്റിന് അന്ന് അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അത് ഫുൾ മോഡൽ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ 400 മാർക്ക്, 350 മാർക്ക്, 450 മാർക്കൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ നല്ല സ്കോർ ജനറൽ കാറ്റഗറിയാണ്. ഓക്കെ, റിസർവേഷൻ പോലില്ല. ജനറൽ കാറ്റഗറിയിൽ പിന്നെ അതിനുശേഷം നല്ല സ്കോർ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് എൻ്റെ കൂടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അവൻ പറഞ്ഞത് ലാസ്റ്റ് 1 to 1.5 മന്ത്, അത് ലാസ്റ്റ് 1.5 മന്ത്, ഒരു മാസത്തിലേക്ക് 1.5 മന്തോ അതിൽ അടിപൊളിയായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. എങ്ങനെ, ജസ്റ്റ് NCERT റീഡ് ചെയ്യലാണ് അല്ല, അവരെന്താ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് മോക്ക് എക്സാം എഴുതി, ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന എല്ലാ മോക്ക് എക്സാമും സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതി. ഓക്കെ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അത് അടുത്ത കാര്യങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞത് 1.5 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതായത് ഒരു 50 to 75% നീറ്റിന് പ്രിപ്പയർഡ് ആണ്. ബാക്കിയുള്ള 25% 1.5 മാസം കൊണ്ട് ക്ലിയർ ചെയ്തെടുത്തു എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അടുത്തൊരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു ടാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. 2 ടൈം ഡ്രോപ്പറാണ്. അതായത് റീ റിപ്പീറ്റർ എന്നോട് പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്ത ടൈമിൽ അവൻ്റെ സ്കോർ എന്ന് പറയുന്നത് ലാസ്റ്റ് 3 മന്തിൽ ഒരു 200 മാർക്ക്, 150 മാർക്ക് അതിൻ്റെ ഉള്ളിലായിരുന്നു. മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. ആ ടൈമിൽ അവനക്ക് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 485 മാർക്കാണ്. റിപ്പീറ്റ് ചെയ്ത ടൈമിൽ നീറ്റിന് കിട്ടിയത്. പിന്നെ റീ റിപ്പീറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് ഫൈനൽ മോക്കിലൊക്കെ 400, 450, 500 മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈനൽ മോക്ക് എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാംസിൽ. ഓക്കെ, ലാസ്റ്റ് 1 മന്ത് എക്സാംസ് അല്ല, പാർട്ട് വൈസ് ഡിവൈഡ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാംസിൽ. അതിൽ അവൻ എന്നോട് പറഞ്ഞത് ലാസ്റ്റ് 1 മന്ത് മുന്നേ വരെ അവർക്ക് 400 മാർക്കായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് 1 മന്തിൽ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത്, നമുക്ക് ലാസ്റ്റ് 1 മന്ത് നമ്മൾ പേടി ഉണ്ടാവും, ആ പേടിയൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. സ്ട്രെസ്സും ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട്, അതായത് ഒഴിവാക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും അതിനുള്ള ടൈം വരുത്താതെ ആ ടൈമും കൂടി പഠിച്ചു എന്നുള്ളതാണ്. അതിന് ലാസ്റ്റ് 1 മന്ത് കൊണ്ട് പഠിച്ചിട്ട് ഏകദേശം 600+ സ്കോർ ചെയ്തിട്ടുണ്ട്. 635 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. OBC ആണ്, ജനറൽ കാറ്റഗറി അല്ല OBC. യെസ്, അടുത്തൊരു സ്റ്റുഡൻറ്റ് ഒരു റിപ്പീറ്ററാണ്. ഓക്കെ, റീ റിപ്പീറ്റർ അല്ല, റിപ്പീറ്ററാണ്. അവള് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നീറ്റ് ഇനീഷ്യലൊക്കെ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു. ഒരു 50% പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ 50% പഠിച്ചില്ല, ഏകദേശം ഒരു 75% പഠിച്ചിട്ടുണ്ട്. പക്ഷേ 50% ഓഫ് കാര്യങ്ങൾ മാത്രമേ ഓർമ്മ. അതായത് ആദ്യം പഠിച്ച കാര്യങ്ങൾ റിവിഷന്റെ ലാക്ക് എന്താ പറയുക മൂലം, അതായത് റിവിഷൻ ചെയ്യാത്തത് കൊണ്ട് കാരണം തന്നെ ആദ്യം എടുത്ത ടോപ്പിക്സ് എല്ലാം മറന്നുപോയി എന്നുള്ളതാണ് അവള് പറഞ്ഞത്. അപ്പോൾ അതിൽ ലാസ്റ്റ് 3 മന്ത് കൊണ്ട് എക്സ്ക്ലൂസീവ് റിവിഷൻ പ്ലാൻ സ്ട്രാറ്റജി സെറ്റാക്കി. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഷെഡ്യൂൾ ഫോളോ ചെയ്തിട്ട് അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്ത് ഒരുപാട് എക്സാംസ് എഴുതി, അവർ തരുന്ന എല്ലാ എക്സാംസും എഴുതി എന്നുള്ളതാണ്.
അങ്ങനെ ഏകദേശം 640+ മാർക്ക് സ്കോർ ചെയ്തു, 650 ഉള്ളിൽ. ഓക്കെ, 2023 നീറ്റിന്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? സോ ഈ ഒരു ഇത്രയും സ്റ്റുഡൻസിന്റെ പോസിറ്റീവ് റിവ്യൂ കിട്ടിയിട്ടുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി അടുത്തൊരു സ്റ്റുഡൻറ്റിന്റെ റിവ്യൂ. അടുത്തൊരു സ്റ്റുഡൻറ്റ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, ജസ്റ്റ് ഒരു അവൻ്റെ സജഷൻ ആണ്. ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും പഠിക്കാത്തൊരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവൻറ്റ് സ്റ്റഡീഡ് എനിത്തിങ്, നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ 0 ലെവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും 3 മാസം കൊണ്ട് ടോപ്പിക്സ് കവർ ചെയ്ത് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, പറ്റുമെന്നല്ല, നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നീറ്റ് ഒരു 650+ സ്കോർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കൊരു 400 മാർക്ക്, പിന്നെ അവൻ പറഞ്ഞത് 400 മാർക്കോളം നമുക്ക് എത്തിക്കാൻ പറ്റും, 500 മാർക്കോളം നമുക്ക് മാക്സിമം എത്തിക്കാൻ പറ്റും. പിന്നെ 500ന്റെ മേലെ എത്തിക്കാൻ പറ്റില്ല എന്നല്ല, പറ്റും, പക്ഷെ അത് അത്രയും അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ് 650+ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നിങ്ങളോട് ഇനീഷ്യലി പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലാസ്റ്റ് 3 മന്ത് സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഉപയോഗിച്ച മെത്തേഡുകൾ ഇത്രയും സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയൊരു റിവ്യൂ അനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കാണ്. പിന്നെ നമ്മൾ മെന്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലെന്തൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അത് പറയാം. അതിനുശേഷം നമുക്ക് തുടങ്ങാം. മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ 1:1 പേഴ്സണലൈസ് മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവിൽ ആക്സസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരെ ഡ്രൈവിൽ പോകാൻ എടുക്കുക. പിന്നെ ഓരോ ഷോർട്ട് വീഡിയോ, നീറ്റിഫൈ ടോപ്പ് 10 സീരീസ് പറഞ്ഞിട്ട് ഓരോ ഷോർട്ട് വീഡിയോ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അൺലിസ്റ്റഡ് വീഡിയോ ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ വാച്ച് ചെയ്താൽ മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററിൻ്റെ ഏതൊക്കെ കോൺസെപ്റ്റ് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. പിന്നെ നമ്മൾ ഡൗട്ട് ക്ലിയറിങ് സെഷൻ നമ്മൾ അത്ര ഇത് ഓഫർ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതും പ്രൊവൈഡ് ചെയ്ത് അതും ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാനുള്ളത്, നീറ്റ് ടോപ്പേഴ്സ് ടാക്ക് ഉണ്ടായിരുന്ന വീക്കിൽ നിങ്ങൾക്ക് നീറ്റ് ടോപ്പേഴ്സ് ടാക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ടോപ്പേഴ്സ് വന്നിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ സെഷൻസ് അറേഞ്ച് ചെയ്യും. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇതൊരു 1 മന്ത് കോഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത മാസത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാം സ്ട്രാറ്റജീസ് പറഞ്ഞൊരു എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, 3 ദിവസം കൊണ്ട് 10-12 ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നിട്ട് ഡെയിലി ടോപ്പിക്സ് നിങ്ങളോട് അയക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ മാക്സിമം നിങ്ങളെ പഠനത്തിൽ ഏറ്റവും എഫക്റ്റീവ് ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ മെന്റർഷിപ്പ് പ്രോഗ്രാം പോകുന്നത്. ഓക്കെ, മോസ്റ്റ് അഫോർഡബിൾ രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ പ്രൈസിങ്ങും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലും, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റിഫൈ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്തെങ്കിൽ കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് ഡെയിലി ഷെഡ്യൂൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഡെയിലി ഷെഡ്യൂൾ എങ്ങനെ, ഡെയിലി ഷെഡ്യൂൾ എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് 3 മന്ത് സ്ട്രാറ്റജിയിൽ അതിൽ ഡെയിലി ഷെഡ്യൂൾ, അതായത് ഡെയിലി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഡെയിലി നിങ്ങൾ എന്താണ് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഡെയിലി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ, ഞാനിപ്പോൾ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് വിചാരിക്കുക, പഠിക്കാനിരിക്കുന്നത് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനീഷ്യലി ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാൻ നിങ്ങൾക്കറിയാം, പേപ്പറിൽ ജസ്റ്റ് എഴുതി വെക്കുക, 7 to 8 ഇന്ന കാര്യം ചെയ്യും, സ്റ്റഡി, റിവിഷൻ, മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി വെക്കുക. അതിനുശേഷം ഒരു 11:30 വരെ എന്ത് ചെയ്യുക, ഒരു രാത്രി 11:30 വരെ, അത് എപ്പോഴാണ് നിങ്ങൾ പഠിത്തം നിർത്തുന്നത് ആ ടൈം വരെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 14.5 അവർ ഉണ്ടാവും, അല്ലെങ്കിൽ 15 അവർ ഉണ്ടാവും. 15 അവറിൻ്റെ ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊണ്ട് 15 അവർ ഇരുന്ന് പഠിക്കാൻ കഴിയൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ 15 അവറിൻ്റെ ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 12+ അവറിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് നല്ല മെത്തേഡാണ്. അതായത് 15 അവറിൻ്റെ ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ 12 അവർ പഠിക്കാൻ പറ്റും. ഇപ്പോൾ 14 അവറിൻ്റെ ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ 11+ അവർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആ രീതിയിലായിരിക്കണം നിങ്ങളെ പ്ലാനിങ്. പിന്നെ ആ ഡെയിലി ഷെഡ്യൂളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മോഡൽ എക്സാം ടോപ്പിക്സ് ആയിരിക്കും, അതായിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നെ റിവിഷൻ സ്ട്രാറ്റജീസും ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഡെയിലി ഷെഡ്യൂൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് വെച്ചാൽ ആ ടൈമിൽ, അതായത് 7 to 8 നിങ്ങൾ പഠിച്ചു. പിന്നെ അടുത്ത ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ 8 to 8:30 ഫുഡാണ്. അപ്പോൾ ഫുഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ അടുത്ത ഷെഡ്യൂളിലോട്ട് പഠിക്കാൻ വരും. മൊബൈൽ ഫോൺ യൂസേജ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, പിന്നെ പറയാനുള്ളത് വീക്ക്ലി എക്സാം ആണ്. വീക്കിലി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് നല്ല സെറ്റാക്കി പഠിച്ച് വീക്കിലി എക്സാം, അത് ബുധനാഴ്ച നിങ്ങൾക്ക് എക്സാം അല്ലെങ്കിൽ ഞായറാഴ്ച എക്സാം അല്ലെങ്കിൽ സെറ്റാക്കി നിങ്ങൾ ഓഫ്ലൈനൊക്കെ പോയി ബബിളൊക്കെ ചെയ്ത് സെറ്റാക്കി നിങ്ങൾ ഒരു മിസ്റ്റേക്ക് വരുത്താതെ എഴുതി. ഓക്കെ, മിസ്റ്റേക്ക് വരുത്താതെ എഴുതി. പിന്നെ എന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവും, അല്ലെ, 20+ മിസ്റ്റേക്ക് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവേക്കാം. എനിക്കൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ അത് അപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് എന്ത് ചെയ്യണം, നമ്മൾ അനാലിസിസ് വീട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ അനലൈസ് ചെയ്യണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. അത് കണ്ടിട്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഈച്ച് ആൻഡ് എവരി ക്വസ്റ്റ്യൻസ് സെറ്റാക്കി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ സെറ്റാക്കി മനസ്സിലാക്കിയിട്ട് സെറ്റാക്കുക. അതിനുശേഷം അതിൽ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, അൺഅറ്റംപ്റ്റഡ്, കറക്കി കുത്തിയത്, ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് വീണ്ടും നോക്കുക. അതിൽ ബയോളജി ആണെന്നുണ്ടെങ്കിൽ ആ NCERT ഭാഗം റീഡ് ചെയ്യുക, ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുക, കെമിസ്ട്രിയും അതുപോലെ തന്നെ. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മിസ്റ്റേക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ഉണ്ടാക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിന്റെ നോട്ടിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് എഴുതിയാലും മതി. ഒന്നല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതി, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് എഴുതി വെക്കുക, നിങ്ങൾക്ക് അറിയാത്ത കോൺസെപ്റ്റ്. അപ്പം നിങ്ങൾ വീണ്ടും എക്സാമിന് സെയിം ടോപ്പിക്ക് നിങ്ങൾക്ക് സെയിം കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റി വരില്ല. അങ്ങനെ നിങ്ങൾ 3 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വരുത്തുന്ന എല്ലാ മിസ്റ്റേക്കും നിങ്ങൾക്ക് എന്തായിരിക്കും, മനസ്സിലാവും. പിന്നെ നീറ്റിന് ഒരിക്കലും നിങ്ങൾ ഈ സെയിം മിസ്റ്റേക്ക് വരുത്തൂല. ഓക്കെ അല്ലേ? റെഡി. അടുത്ത കാര്യം, റിവിഷൻ സ്ട്രാറ്റജി. യെസ്, ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, റിവിഷൻ സ്ട്രാറ്റജി. ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ നമ്മൾ റിവിഷൻ സ്ട്രാറ്റജി പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ സ്ട്രാറ്റജി പറഞ്ഞുതരാം. എങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്യും, ഹൗ ടു റിവൈസ്, എങ്ങനെ നിങ്ങൾ റിവൈസ് ചെയ്യും. റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ആൾ പ്രയോറിറ്റി ഓർഡർ പറഞ്ഞുതരാം. ബയോളജിയിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ബയോളജി NCERT ആണ് റീഡ് ചെയ്യേണ്ടത്, അപ്പോൾ ഒരുപാട് ടൈം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഫിസിക്സിൽ നിങ്ങളിപ്പോൾ മോഡൽ എക്സാം, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബുധനാഴ്ച മോഡൽ എക്സാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ബുധനാഴ്ച മോഡൽ എക്സാം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ, ഈ ഒരു ബുധനാഴ്ച എക്സാമിന് മുന്നേ ഈ 4 ദിവസങ്ങൾ 3.5 ദിവസം എന്തായിരിക്കും, എക്സാം ടോപ്പിക്സ് ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? എക്സാം ടോപ്പിക്സ് ആയിട്ടും പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാം ടോപ്പിക്സ് ആയും പഠിക്കുന്നത്. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജി നിങ്ങൾ റിവിഷൻ കൂടുതൽ പ്രയോറിറ്റി ഓർഡർ എന്ന് പറഞ്ഞത് ബയോളജിക്കാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിലൊക്കെ നിങ്ങൾ ഒരുപാട് ടൈം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് ടൈം, ഒരു 50 to 60% ടൈം നിങ്ങൾ ഫിസിക്സിനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ 60% ടൈം നിങ്ങൾ ഫിസിക്സിന് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ തലയിൽ അതുണ്ടാവും, മറന്നു പോകാൻ ചാൻസ് കുറവാണ്. പിന്നെ ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക, റിവിഷൻ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റോളം ജസ്റ്റ് ഇക്വേഷൻസ് റിവിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയി കഴിഞ്ഞാൽ സെറ്റാണ്. അത് ഫിസിക്സും കെമിസ്ട്രി ഒക്കെ അങ്ങനെ തന്നെ, ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ, ഇൻഓർഗാനിക് കെമിസ്ട്രി ബയോളജിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യാം, അപ്പോൾ ബയോളജി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ടൈം നിങ്ങൾ എടുത്തിട്ട് NCERT ഫുൾ ചാപ്റ്റർ റീഡ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ അത് ഈച്ച് ആൻഡ് എവരി സെൻറ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7 to 8 നിങ്ങൾ 1 മണിക്കൂർ കൊണ്ട് ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും റിവിഷൻ ചെയ്ത് തീർക്കണം. നിങ്ങൾ ഈ ഒരു ടൈമിൽ അത്ര ടൈമേ ഉള്ളൂ. ഓക്കെ, 1 മണിക്കൂർ നിങ്ങൾ റിവിഷൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങളൊരു 15 ഹവറിൻ്റെ ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ 13 മണിക്കൂർ നിങ്ങൾ പഠിക്കാനിരുന്നു. അതിൽ 1 മണിക്കൂർ റിവിഷൻ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 12 ഹവർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ 1 മണിക്കൂർ തന്നെ റിവിഷൻ ചെയ്യണം പറഞ്ഞു. അതിൽ നിങ്ങൾ 45 മിനിറ്റോളം നിങ്ങൾ പറ്റാൻ നിങ്ങൾ ബയോളജിക്ക് എടുത്തുള്ളൂ, അല്ലെങ്കിൽ 35 മിനിറ്റോളം നിങ്ങൾ എന്ത് ചെയ്യുക, ബയോളജിക്ക് എടുക്കുക. ബാക്കിയുള്ള ടൈം ഡിവൈഡ് ചെയ്തിട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇക്വേഷൻസ് റിവൈഷൻ ചെയ്യാൻ ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ പഠിക്കുമ്പോൾ അന്ന് ഇപ്പോൾ 35 മിനിറ്റ് ഇൻഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക. പിന്നെ അന്ന് ബയോളജി നോക്കേണ്ട ആവശ്യമില്ല, ഫിസിക്സ് ബാക്കി ഒന്നല്ലെങ്കിൽ ഫിസിക്സോ അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിക്ക് എന്തെങ്കിലും നോക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ 1 മന്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി മോഡൽ എക്സാം ആയിരിക്കണം. അൺലിമിറ്റഡ് മോഡൽ എക്സാം എഴുതുക. ഈ അൺലിമിറ്റഡ് മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. നിങ്ങളിപ്പോൾ ഓൺലൈനിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചപ്പോൾ സൈലത്തിൻ്റെ കോച്ചിങ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു, ബ്രില്യൻ്റ് ഉണ്ടായിരുന്നു, ഫിസിക്സ് വാലൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ അക്കാദമി, പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എന്താ പറയുക മെറ്റീരിയൽസ് കഴിയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് എക്സാം ചെയ്യുമ്പോൾ പല ഷഫിൾ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എക്സാം ഒരു ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഷഫിൾ ചെയ്യരുത്. ഇപ്പോൾ ഇതിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ടിലൂടെ മാത്രം പോവുക. ഈ വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് മാത്രം പോകും. പക്ഷേ ഇത് രണ്ടും ക്ലബ് ചെയ്യരുത്, രണ്ടും മിക്സ് ആക്കിയിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കരുത്. മിക്സ് ആക്കിയിട്ട് പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബുധനാഴ്ച വരുന്ന എക്സാമിൽ ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹയർ ലെവൽ ഓഫ് എക്സാംസ് ആയിരിക്കും, കുറച്ച് ലെവൽ കൂടിയതായിരിക്കും. ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറച്ച് ലെവൽ കുറഞ്ഞതായിരിക്കും. അടുത്ത എക്സാമിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇത് കൂടിയത് കൊണ്ട് ഇത് ലെവൽ കുറക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതെന്തായിരിക്കും, ചിലപ്പോൾ ഒന്ന് കൂട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിന് മുന്നത്തെ എക്സാമിൽ ഇത് കൂടി ഇത് കുറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞ ശേഷം അടുത്ത എക്സാമും ഈ ഒരു എക്സാമാണ് എഴുതുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടിയല്ലോ, ഇത് കുറഞ്ഞത് കൂടി. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടും ടഫായിരിക്കും.
മെൻ്റലി ഡൗൺ ആവും, ഡിപ്രസ് ആവും, നീറ്റ് കിട്ടില്ല എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. അതുകൊണ്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇത് മാത്രം എഴുതുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ആരും പറഞ്ഞു തരും, ഒരു യൂട്യൂബ് ചാനലും ഇത് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത്രയും എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ 2 വർഷം കൊണ്ട് നമ്മൾ ഞാൻ ഓരോ ഗെയിൻ ചെയ്ത കാര്യം, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫിസിക്സ് +2 പഠിച്ചിട്ടില്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ഒന്നും പഠിച്ചിട്ടില്ല. ബയോളജി, ജനറ്റിക്സ് 2 ചാപ്റ്റർ മാത്രമേ എനിക്ക് അറിയുള്ളൂ. എക്സാം എഴുതാതെ പാസ്സായ ഒരു ബാച്ചാണ് ഞാൻ +2. കാര്യം കൊറോണ ബാച്ചായിരുന്നു, CBSE ആയിരുന്നു. അങ്ങനെയാണ് 2 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നീറ്റ് ക്രാക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും എനിക്ക് അറിയാൻ കഴിയും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എക്സാംസ് സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളത്. ഡോണ്ട് സ്കിപ്പ് യുവർ എക്സാംസ്. ഓക്കെ, നിങ്ങളിപ്പോൾ എക്സാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ പഠിച്ച ടൈമിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ഒരു ജേർണി വെച്ചിട്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പഠിച്ച ടൈമിൽ ഞാൻ എന്താ വിചാരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് നിങ്ങൾക്ക് ബുധനാഴ്ച, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഞായറാഴ്ച എക്സാം വരുന്നുണ്ട് വിചാരിക്കാം. ഈ ഞായറാഴ്ച എക്സാം വരുമ്പോൾ ഒരു 2 മണി മുതൽ 5:20 വരെ ആയിരുന്നു. ഇപ്പം നിങ്ങൾക്ക് 5 മണി വരെ ഉള്ളൂ, 3 മണിക്കൂർ എക്സാം ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ വിചാരിക്കും എക്സാം എഴുതണം, കാര്യം ടോപ്പിക്സ് പഠിച്ച് തീർന്നിട്ടില്ല, ഇനി എക്സാം എഴുതണം. അപ്പോൾ ഈ ഒരു 3 മണിക്കൂർ നമ്മളിപ്പോൾ പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം അത് സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ, അത് പഠിക്കാമല്ലോ എന്നുള്ളതായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ വാട്ട് ഈസ് ദ പ്രോബ്ലം നമ്മൾ എക്സാം എഴുതുമ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആ പഠിക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നായിരിക്കും നമ്മൾ ഈ ഒരു 3 മണിക്കൂറിൽ എക്സാം എഴുതാതെ. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാം എഴുതുമ്പോൾ 150 മിനിറ്റ് ഉണ്ട്, 150 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എന്തിലായിരിക്കും, എക്സാം പേപ്പറിലായിരിക്കും, എക്സാംസിലായിരിക്കും, എങ്ങനെയെങ്കിലും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു 150 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു 150+ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു ടൈം കൊണ്ട്, ഈ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ 150+ ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? യു ജസ്റ്റ് തിങ്ക് ഇറ്റ്. അത് ആലോചിച്ച് നോക്കും, ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യാം, ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒരിക്കലും പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, എക്സാം എഴുതുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും, ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മെൻ്റലി നമ്മളെ മൈൻഡ് അങ്ങോട്ട് ഡൈവേർട്ട് ആയി. കാര്യം നമുക്ക് ഇനി ഇത്രയും ടൈം ഉണ്ടല്ലോ, നമ്മൾ എന്താ വെച്ചാൽ എക്സാം അല്ലല്ലോ, നമുക്കിപ്പോൾ ഇതിലിപ്പോൾ മാർക്ക് കുറയാനൊന്നുമല്ലല്ലോ, ആ രീതി നമ്മൾ ചിന്തിക്കും. അപ്പോൾ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ലാസ്റ്റ് 3 മന്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാനൊരു ടാബുലാർ ഇതിൽ എഴുതി വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ മെൻറ്റർഷിപ്പ് വേറെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കും മെൻറ്റർഷിപ്പ് പ്രോഗ്രാം പോകുന്നത്. ലൈവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീക്ക്ലി എക്സാം മാർക്ക് അനാലിസിസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. പിന്നെ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി, ടെലഗ്രാം കമ്മ്യൂണിറ്റി, കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഷോർട്ട് നോട്ടും മൈൻഡ് മാപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. ഇത് രണ്ടും ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ അറിയിക്കുക, എന്ത് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന വീഡിയോ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി, ഇപ്പം ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2-ാം തീയതി സൺഡേ ആണ്. ഇപ്പോൾ 12:02 AM ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് കൊണ്ടാണ് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് 1 മന്തിലൊക്കെ നിങ്ങൾ അത്ര അടിപൊളിയായിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ ഇത്ര പറയാനുള്ളൂ. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നല്ലൊരു മെഡിക്കൽ കോളേജിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റും. So all the best guys.